തിരുവനന്തപുരം കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കോടതിയിലെ ഫയലുകളും തൊണ്ടിമുതലുകളും കത്തിനശിച്ചു. ഫോറൻസിക് സംഘവും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം അട്ടിമറി സാധ്യത ഉണ്ടോ എന്ന് പറയാൻ കഴിയുമെന്ന് പോലീസ് പറഞ്ഞു. പോക്സോ കോടതിയിലെ ഫയൽ ആൻഡ് തൊണ്ടി റൂമിലെ ഒരു തീപിടുത്തമുണ്ടായിരുന്നു. അത് സംബന്ധിച്ച് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംഭവ സ്ഥലങ്ങളിൽ രാത്രിയോട്ട് തന്നെ പോലീസ് ഗാർഡിലായിരുന്നു. ഫോറൻസിക് ടീമും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ടീമും എത്തിയിട്ടുണ്ട്. പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ചതിന് ശേഷം പ്രവർത്തനമുണ്ടെങ്കിൽ അതനുസരിച്ച് നടപടിയെടുക്കും. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, പോലീസ് എന്താണ് പറയുന്നത്? അജിംസ്, കാട്ടാക്കട പോക്സോ കോടതിയിലുണ്ടായ തീപിടുത്തത്തിൽ ചില അസ്വാഭാവികതകളുണ്ട്. അത് ഒരു സാധാരണ നിലയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് മൂലം ഉണ്ടായ ഒരു തീപിടുത്തമല്ല എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനം പോലീസിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്തൊരു അട്ടിമറി സാധ്യത തള്ളുന്നില്ല എന്നുള്ള കാര്യം പോലീസ് പറയുന്നത്. ഇപ്പോൾ ഡോഗ് സ്ക്വാഡിൻ്റെയും അതുപോലെ തന്നെ ഇതുപോലെ ഫോറൻസിക്കിൻ്റെയും ഇലക്ട്രിക്കൽ വിഭാഗത്തിൻ്റെയും ഒക്കെ പരിശോധന കോടതിയിൽ നടക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് കാട്ടാക്കട പോക്സോ കോടതി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനുള്ളിൽ തീപിടുത്തമുണ്ടായത്. ഇത് ഫയലുകൾ മാത്രം സൂക്ഷിക്കുന്ന മുറിയിലാണ് തീപിടിച്ചത്. അത് പുറത്തേക്ക് വ്യാപിക്കുക കൂടി ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രേഖകളും മറ്റു ഫയലുകളും ഒക്കെ സൂക്ഷിക്കുന്ന സ്ഥലത്ത് മാത്രം, ആ മുറിയിൽ മാത്രം തീപിടിക്കാനുണ്ടായ സാഹചര്യം ഒരു അസാധാരണമായ സാഹചര്യമാണ് എന്നുള്ള കാര്യം പോലീസ് വിലയിരുത്തുന്നുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊരു തീർച്ച പറയാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. അല്പസമയം മുമ്പ് തിരുവനന്തപുരം റൂറൽ SP S സുദർശനൻ സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. ഇപ്പോഴെന്തായാലും ഫോറൻസിക്കിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും പരിശോധന സ്ഥലത്ത് നടക്കുകയാണ്. എന്തായാലും നിരവധി കേസ് ഫയലുകളും മറ്റ് തൊണ്ടിമുതലുകളും കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അജിംസ്, ശരി ഷിജോ, ഇടവേള.